ധീരൻ, ലോക്കൽ SI ആണ് സാർ. ഇതാരാ? ഞാൻ സായ്കുമാർ, ഇവിടത്തെ ഒരു ബന്ധുവാണ് സാർ. ഓ, ഇവരൊക്കെ? ഇത് ശങ്കരേട്ടൻ, ഇവിടുത്തെ കാരണവരാ. ഇത് ഡോക്ടർ കൃഷ്ണൻ നായർ, അളിയൻ അനിയത്തിയുടെ ഭർത്താവാ. ഇതോ? ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു. അതിന്റെ സംസ്കാരവും കഴിഞ്ഞു. ബോഡി കിടന്നത് എവിടെയാ? അകത്ത്, സ്റ്റെപ്പിന് താഴെ. ബോഡി കിടന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ട് സാർ ഡീറ്റെയിൽ ആയി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുടെയും മൊഴി എടുത്തു സാർ. ഈ മുറി ഒന്ന് തുറക്കണമല്ലോ. അത് പൂജാമുറിയാ. പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. തുറക്കണം. അതിങ്ങെടുത്തോ സാർ. തിരുവാഭരണമാണ് സാർ. കൈസർ, എന്താടോ? പട്ടി. പട്ടി? പട്ടി എന്തിനാടോ ഇങ്ങനെ കുരയ്ക്കുന്നേ? കുരയ്ക്കല്ല സാർ, ഇതിന് ഓളിയിടുക എന്ന് പറയാ. അയ്യോ, പോലീസ് പട്ടി എന്തിനാടോ ഓളിയിടുന്നേ? മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലി? എന്ത് മറ്റേത്? പ്രേതം. പ്രേതോ? ഭഗവാനേ. ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഈ DYSP ധനപാലൻ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട് സർ. പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു. പലർക്കും നിലച്ചിരിക്കാതെ ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, ദുർമരണങ്ങൾ, വിവാഹ മുടങ്ങൽ, അങ്ങനെ പലതും. സായിയുടെ വിവാഹം നടന്നോ? ഇല്ല സർ. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്ത ശേഷം മതിയെന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം. അന്ന് ആ പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം, ഇറ്റ് വാസ് ടെറിബിൾ. എന്താ സർ അതിന് കാരണം? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? സർ, ഇനി ആ വീട്ടുകാർ കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര വലിയനാരായണ വരെ കൊണ്ടുവന്നു. ആരായി കാപ്ര? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഓർക്കുമ്പോ ഇപ്പോഴും
നമസ്കാരം. ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കരുതിയിട്ടില്ലേ? ഉവ്വ്. ആ കാക്കിയാണല്ലേ. IPS ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. ആ അല്പം കുറവാ. ആ കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം. എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറി ഇവിടെ മാറും. മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാം. നീ ചില്ലറയൊന്നുമല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകള് മായ. ദോഷങ്ങളിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിൽ നിന്നാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടത്തെ ദോഷം കൊണ്ടാന്നാ ജ്യോത്സ്യന്മാര് പറയുന്നത്. അത് കഴിഞ്ഞ 2 ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം. പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കടിന്റെ കാരണവും ഇവിടത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് പ്രശ്നമുള്ള മുറി? മുകളില. ഈ പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കടോ.
ഇവിടെ സൂക്ഷിച്ചിരുന്ന പരദൈവങ്ങളുടെ വാളും ചോരലും മറ്റും ജ്യോത്സ്യന്മാര് പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴേ മുറിക്കകത്തുണ്ടെന്നാ ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല പ്രേതം. പ്രേതം എന്നാ ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ. എവിടെ നമ്മുടെ കാക്കി വന്നില്ലേ? സായി താഴെയുണ്ട്. ആ അയാളെ ഒന്ന് വിളിക്ക. അവൻ അറിവില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഒന്ന് വിളിക്കണോ അയാളെ? ആ എത്തിയോ? ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാനാവോ തനിക്ക്? കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനേ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട. പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട്. തിരിച്ചും മറിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം.